every particle from light to electron. Every particle from light to electron. Atom behaves like particle and wave. They behaves like particle and wave, or we can say they possess a dual nature. They are showing both particle nature and wave nature. But unfortunately, initial atomic models, they couldn't propose or they couldn't explain both these models for a single particle. For example, if you are saying about electron, they were not able to explain both the particle nature and the wave nature. So from that, Davisson and Germer experiment, they started to study how is there any wave nature for electron, to study about more of the wave nature. But they also considered de Broglie hypothesis. What is de Broglie hypothesis? Lambda is equal to h by mv. Lambda is equal to h by mv. They considered, or they took the basis of de Broglie hypothesis, and also they considered that wavelength for an electron, lambda is equal to 1.22 by root v nanometer. Okay, and this was the basis for their experiment, and later they compared Davisson Germer experiment, they compared their result with that of the de Broglie result, and they found that it would be equal. Okay, so de Broglie said that he was of the opinion that, see, when an electron move, I think in the last video, if you remember, in the last videos I have told that, see, if there is a particle here, and if this particle is moving, this particle ഉണ്ട്. അപ്പോൾ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ പാർട്ടിക്കിളിൻ്റെ ചുറ്റിനും ഒരുപാട് ഗ്രൂപ്പ് ഓഫ് വേവ്സ് ഉണ്ട്, അല്ലേ? ഒരുപാട് ഗ്രൂപ്പ് ഓഫ് വേവ്സ് ഉണ്ട്. ഓർ ദിസ് പാർട്ടിക്കിൾ ഈസ് ഗൈഡഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് വേവ്സ്. നമ്മളത് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെയാണ്, see, when an electron is moving, what will happen? It is enclosed by matter wave. Okay, so when an electron is moving, it is enclosed by matter wave, and its motion follows like that of a wave. Its motion follows like that of a wave. So that means when something is moving, എന്തെങ്കിലും ഒന്ന് മൂവ് ചെയ്യുമ്പോൾ അത് in the form of waves ആണ്, ഇപ്പോൾ ലൈറ്റ് ആണെങ്കിലും ശരി, എന്താണെങ്കിലും it will be able to form some optical phenomenons. എന്താണ് optical phenomenons എന്ന് പറയുന്നത്? It is able to form some fringes, അല്ലേ? എന്തെങ്കിലും ഫ്രിഞ്ചസ്. ദാറ്റ് മീൻസ് when electron is moving, നമ്മൾ പറഞ്ഞു ഏതൊരു പാർട്ടിക്കിൾ ഇവിടെ ഉണ്ടെങ്കിൽ, if it is moving, we assume that a large number of waves are guided, അല്ലേ? ലാർജ് നമ്പർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് വേവ്സ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗൈഡഡ് എന്ന് നമ്മൾ പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിനൊരു ഒപ്റ്റിക്കൽ ഫിനോമിന അല്ലെങ്കിൽ ഫ്രിഞ്ചസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രിഞ്ചസ് എന്തുകൊണ്ടാണ് വരുന്നത്? ഫ്രിഞ്ചസ് എന്ന് പറയുമ്പോൾ യു ക്യാൻ ജസ്റ്റ് റിമെമ്പർ അബൌട്ട് ഇൻറ്റർഫറൻസ്, അല്ലേ? യു ക്യാൻ ജസ്റ്റ് സേ അബൌട്ട് ദ ഇൻറ്റർഫറൻസ്. അപ്പം ഇൻറ്റർഫറൻസ് ഡ്യൂ ടു ഡിഫ്രാക്ഷൻ ആണ്, അല്ലേ? ദാറ്റ് മീൻസ് ദാറ്റ് if a light crosses, ഒരു ലൈറ്റ്, നമ്മളിപ്പോൾ ഒരു സ്ക്രീൻ ഉണ്ട്, ഇപ്പോൾ ഒരു ലൈറ്റ് ഇങ്ങനെ ക്രോസ് ചെയ്യുകയാണെന്ന് വെച്ചോളൂ. ഇഫ് എ ലൈറ്റ് ഈസ് ക്രോസിങ് ആൻഡ് ഓപ്പണിംഗ്, അല്ലേ, നമുക്കിവിടെ ഒരു സെൻട്രൽ, നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് എ സെൻട്രൽ, ഇവിടെ ഒരു മിനിമം ആയിരിക്കും, വിൽ ഗെറ്റ് എ സെൻട്രൽ മാക്സിമം, എഗെയിൻ വിൽ ഗെറ്റ് എ മിനിമം, എഗെയിൻ വിൽ ഗെറ്റ് എ സെൻട്രൽ മാക്സിമം, ലൈക്ക് ദാറ്റ്, അല്ലേ? ഇങ്ങനെ നമുക്കൊരു ഫ്രിഞ്ചസ് അല്ലെങ്കിൽ ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് കിട്ടും, അല്ലേ? ആൻഡ് ദ ബ്രൈറ്റ്നസ് എവിടെയായിരിക്കും? ബ്രൈറ്റ്നസ് വിൽ ബി അറ്റ് ദ സെന്റർ. ബ്രൈറ്റ്നസ് വിൽ ബി അറ്റ് ദ സെൻട്രൽ മാക്സിമ ആൻഡ് അറ്റ് ബോത്ത് ദ സൈഡ്സ്. ഇവിടെയൊക്കെ എന്താണ്? ഇവിടെ ഇതുള്ളപ്പോൾ ഓപ്പണിംഗ് ഇല്ലാത്തടത്ത് എന്താണ്? അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറവാണ്, അല്ലേ? ഇത്രയും പോലും വരത്തില്ല. ഫോർ യു ടു കാണാൻ വേണ്ടി ഞാൻ വരച്ചെന്നത്, ഇറ്റ് ഈസ് വെരി ലെസ്. അപ്പോൾ ഫ്രിഞ്ചസ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി മാക്സിമം എന്ന് പറയുന്ന ആ ഓപ്പണിങ്ങിൽ കൂടെയാണ്, അല്ലേ? അപ്പോൾ ബാക്കിയുള്ളിടത്തൊക്കെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. അല്ലെങ്കിൽ വി ക്യാൻ ഓൾസോ തിങ്ക് അബൌട്ട് സൂപ്പർ പൊസിഷൻ ആൻഡ് ഇൻറ്റർഫറൻസ് ഓഫ് വേവ്സ്. ദാറ്റ് ഈസ്, ഇനി നമ്മൾ പറയണം, ഒരു വേവ് ഇപ്പം അതേ സൈസുള്ള ഓപ്പണിങ്ങിൽ കൂടെ പോവുകയാണെങ്കിൽ, വേവ് ഇപ്പം അതേ സൈസിലെ ഓപ്പണിങ്ങിൽ കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ, വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ പാർട്ടിക്കിൾ,
അല്ലെ, ഇറ്റ് ഈസ് മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ ഇതിനു വേണ്ടി അതായത് ഡേവിസൺ ജെർമർ ടു ബി അത് കൺക്ലൂഡ് ചെയ്യാൻ ഇത്രേ പറയാനുള്ളൂ. സി ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റ് it was based on the idea of constructive interference. It was based on the idea of constructive interference അല്ലെ. ആസ് വി നോ നമുക്കറിയാം ഒരു ക്രിസ്റ്റലില് അല്ലെ ആറ്റംസ് എന്ന് പറയുന്നത് they are arranged in different layers അല്ലെ. അപ്പോൾ ഒരു ഇലക്ട്രോൺസ് വന്ന് ഇങ്ങനെ വീണ് കഴിയുമ്പോൾ what is going to happen? അവിടെ എന്താണ് പറ്റുന്നത്? സോ ദിസ് വാസ് ദ ബേസിക് ഐഡിയ അല്ലെ. ബേസിക് ആയിട്ട് നമ്മൾ പറയുന്ന കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് വരും അല്ലെ. നമ്മൾ പറയുന്നുണ്ട് അല്ലെ ഇലക്ട്രോൺസ് വന്ന് വീഴുമ്പോൾ ഇറ്റ് വിൽ സ്റ്റാർട്ട് റിഫ്ലക്റ്റിംഗ് അല്ലെ. ഒരു ഇലക്ട്രോൺ ഒരു ഡിഫ്ലക്റ്റിംഗ് ചെയ്യും. അപ്പം ഒരു ബേസിക് ഐഡിയ ഓഫ് ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ഇന്റർഫിയറൻസ്, കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണ് ബേസിക് ഐഡിയ. അത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അതിന് അവർ they are having an experimental setup. ഈ experimental setupൽ they want to see first and the foremost thing is we want to create an electron beam. നമുക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? we need to create an electron beam. ഇലക്ട്രോൺ ബീം ചെന്ന് ഒരു സോളിഡ് ഒരു ക്രിസ്റ്റലിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് റിഫ്ലക്റ്റിംഗ്. അതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നത്. So for that we need to create an electron beam. അതിനു വേണ്ടി നമ്മളൊരു ഇലക്ട്രോൺ ഗണ്ണ് യൂസ് ചെയ്യുന്നുണ്ട്. We are using an electron gun. ആ ഇലക്ട്രോൺ ഗണ്ണിൽ we are having a heater here. ഹീറ്റർ എന്ന് പറഞ്ഞാൽ ചൂടാക്കുന്ന സാധനം അല്ലേ. അപ്പം നമുക്കിവിടെ ഒരു ഹീറ്റർ ഉണ്ട്. അപ്പം ഇത് ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ഇലക്ട്രോൺസ് വിൽ ബി എമിറ്റഡ് അല്ലേ. അപ്പം ഇലക്ട്രോൺസ് വിൽ ബി എമിറ്റഡ്. അപ്പം എന്താണ് ഫസ്റ്റ് അവർ മെയിൻ പർപ്പസ് ഈസ് നമുക്കൊരു ഇലക്ട്രോൺ ബീം ഉണ്ടാക്കണം. അതായത് ഇലക്ട്രോൺ ബീം നമുക്കൊരു ക്രിസ്റ്റലിൽ തട്ടിക്കണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് അത് വെച്ച് റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണ് അല്ലേ. ഒരു ക്രിസ്റ്റലിലെ ആറ്റംസ് ആർ അറേഞ്ച്ഡ് ഇൻ ലേയേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 2D sin theta n lambda ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെയിം തിങ് വി ആർ യൂസിങ് ഹിയർ ഓൾസോ. അപ്പം നമ്മൾ എന്താണ് ചെയ്യാൻ പോണത്? വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ആൻ ഇലക്ട്രോൺ ബീം. ഫോർ ദാറ്റ് വാട്ട് ഡു വി വാണ്ട്? നമുക്ക് എന്താണ് വേണ്ടത്? വി നീഡ് ആൻ ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം വേണം. അതായത് നമുക്കൊരു ഇലക്ട്രോൺ ഗണ്ണ് വേണം തന്നെയല്ലേ. അപ്പോൾ ആ ഇലക്ട്രോൺ ഗണ്ണിൽ ഒരു ഹീറ്റർ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? നമ്മളതിനെ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. അപ്പം ദിസ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ഓഫ് എ ബാറ്ററി തന്നെയല്ലോ. പോസിറ്റീവ് എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പോസിറ്റീവ് നേരെ ഒരു ഷീൽഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പാസേജിലാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഹോൾസ് ഉള്ള അല്ലെങ്കിൽ പെർഫറേറ്റഡ് സിലിണ്ടർ എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രോൺസ് ഇതിൽ കൂടെയാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് പോസിറ്റീവിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇതിലോട്ട് അട്രാക്റ്റഡ് ആണ്. ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ഇറ്റ്. പോസിറ്റീവ് വോൾട്ടേജ് നമുക്ക് ഏത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? നമ്മളുടെ റിയോസ്റ്റാറ്റ് വെച്ച് നമുക്ക് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എന്നിട്ട് വോൾട്ട് മീറ്ററിൽ നിന്ന് എന്ത് കിട്ടും? റീഡിങ് നമുക്ക് കിട്ടും. സോ വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ആൻഡ് ദിസ്? ഹീറ്ററും ഈ ഷീൽഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? അതായത് നമുക്കറിയാം ഒരു ഇലക്ട്രോണിലെ എനർജി എന്താണ്? വാട്ട് ഈസ് ദ എനർജി? QV അല്ലെങ്കിൽ EV അല്ലേ. അപ്പോൾ എനർജി ഓഫ് ദി ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? See, that is EV or QV, where V is the potential that is drawing it. V is the potential. അപ്പോൾ ഈ എനർജി എന്ന് പറയുന്നത് ഈ എനർജി എന്ന് പറയുന്നത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇറ്റ് ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി അല്ലേ. കൈനറ്റിക് എനർജി എന്ന് പറയാൻ കാര്യം എന്താണ്? ഇലക്ട്രോൺസ് മൂവ് ചെയ്യണം. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ അവർക്ക് എന്തുണ്ട്? ഇറ്റ് ഈസ് ഹാവിങ് എ വെലോസിറ്റി അല്ലെ. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ അവർക്കൊരു വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് കീപ്പിംഗ് ഓൺ ട്രാവലിംഗ്. അപ്പോൾ ഈ ഇലക്ട്രോൺ ബീം നേരെ വന്ന് സ്ട്രൈക്ക് ചെയ്യണത് എവിടെയാണ്? ഒരു ക്രിസ്റ്റലിലാണ് അല്ലേ. നമ്മളവിടെ വച്ചിരിക്കുന്നത് നിക്കലിൻ്റെ ക്രിസ്റ്റലാണ്. നിക്കൽ ക്രിസ്റ്റലാണ് അല്ലേ. അപ്പോൾ ഈ ക്രിസ്റ്റലിൻ്റെ ഈ പ്ലെയിൻസ് ആണ് ഇവിടെ ഇങ്ങനെ വച്ചേക്കുന്നത്. അപ്പോൾ നിക്കൽ ക്രിസ്റ്റലിൻ്റെ പ്രത്യേകത എന്താണ്? നിക്കൽ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ഹെവി ആറ്റംസ് ആണ്. ഹെവി ആറ്റംസ് ആകുമ്പോൾ ഇലക്ട്രോൺസിന് ഇറ്റ് ഈസ് നോട്ട് ഈസി ഫോർ ദം ടു ഡിസ്പ്ലേസ് ഇറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഫൈൻഡ്സ് ഡിഫിക്കൽട്ട് ടു ഡിസ്പ്ലേസ് ദം. വെൻ ദി ഇലക്ട്രോൺസ് ആർ സ്ട്രൈക്കിംഗ് ദിസ് നിക്കൽ ക്രിസ്റ്റൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിസ്പ്ലേസ് ദം. കാര്യം ഇത് ഹെവി മെറ്റലാണ്. നമുക്കറിയാം മെറ്റലിലെ ആറ്റംസ് ലൈൻസ് അറേഞ്ചിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്രിസ്റ്റലിൻ്റെ ഇതൊരു നിക്കൽ ക്രിസ്റ്റലാണ്. അതിൻ്റെ ഇന്റർപ്ലേനാർ ഡിസ്റ്റൻസ് അതായത് സ്മോൾ d എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.91 ആങ്സ്ട്രോം. ഓക്കെ. അപ്പം ഇതൊരു ദിസ് ഈസ് എ നിക്കൽ ക്രിസ്റ്റൽ. അപ്പം പ്ലെയിൻസ് ആണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ.
Now, when these electrons, the electron beam നേരെ ഈ സിലിണ്ടർ വഴി അല്ലെങ്കിൽ ഷീൽഡ് വഴി അല്ലെങ്കിൽ പാസേജ്, why do we call it as a passage? കാരണം ഇതുവഴി കടന്നു പോവുകയാണ്. പാസേജ് വഴി പോയി നേരെ നിക്കൽ ക്രിസ്റ്റലിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും? The electron starts reflecting and it is getting reflected. എങ്ങനെയാണോ നിക്കൽ ആറ്റംസിന്റെ സ്ലോപ്പ് അതനുസരിച്ച് ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. നിക്കൽ ആറ്റംസിന്റെ സ്ലോപ്പ് അനുസരിച്ച് ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എങ്ങനെയാണോ നിക്കൽ ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോൺസ് സ്റ്റാർട്ട്സ് റിഫ്ലക്റ്റിംഗ്. ഓക്കെ, നമുക്കപ്പോൾ ഇലക്ട്രോൺസ് റിഫ്ലക്ട് ചെയ്ത് എന്ത് പറ്റും? ഇതാ ഇങ്ങനെ ആംഗിൾസ് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ വെച്ചിട്ടാണ് നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റും? ഇതൊരു ഫൈ എന്ന് നമുക്ക് വേണമെങ്കിൽ മെഷർ ചെയ്യാം, അല്ലേ? And here we can keep a collector or we can keep a detector എന്നോ കളക്ടർ എന്നോ വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇലക്ട്രോൺസിനെ ആര് കളക്ട് ചെയ്യും? ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്ലോപ്പ്, അല്ലേ? ഇപ്പോൾ സ്ലോപ്പ് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഡിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് എന്ത് ചെയ്യാം? നമുക്കിങ്ങനെ ഇലക്ട്രോൺസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോൺസ് ആണോ വരുന്നത് that will depend on the intensity of electron beam. ഇപ്പോൾ electron beamന്റെ intensity if it is more and more number of electrons will strike the detector or we will get the collector. Okay, അപ്പോൾ അതാണ് നമ്മളുടെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. So whenever electron strikes the collector, ഇവിടെ വന്നിട്ട് ഇലക്ട്രോൺസ് റിഫ്ലക്ട് ചെയ്ത് എവിടെ വരണം? കളക്ടറിലോ ഡിറ്റക്ടറിലോ ഡിറ്റക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിക് കറണ്ട് കിട്ടും, അല്ലേ? ആ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അല്ലെ, ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് കറണ്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇലക്ട്രോൺസ് റിഫ്ലക്ട് ചെയ്താണ്. അപ്പം അത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇവിടെ വരുന്ന എത്ര ഇലക്ട്രോൺസ് വരുന്നോ, അല്ലേ? അപ്പോൾ ഈ ഇലക്ട്രോൺ ബീം എത്ര ഇലക്ട്രോൺസ് ആണോ നിക്കൽ ക്രിസ്റ്റലിൽ സ്ട്രൈക്ക് ചെയ്യണത്, എത്ര എണ്ണമാണോ റിഫ്ലക്ട് ചെയ്യണത്, അതനുസരിച്ച് നമുക്കിവിടെ ഇലക്ട്രോൺ കറണ്ട് കിട്ടും. സോ വി ക്യാൻ കൗണ്ട് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫോളോയിങ് ഓൺ ദ കളക്ടർ, അല്ലേ? എന്നിട്ട് അപ്പം നമ്മൾ ഇതിനെ ആക്ച്വലി ഇഫ് യു വോണ്ട് യു ക്യാൻ റൊട്ടേറ്റ്. പക്ഷെ ഇവിടെ വി ആർ ഗോയിങ് ടു കീപ് ദ നിക്കൽ ക്രിസ്റ്റൽ സ്റ്റേബിൾ ഓർ വി ആർ ഗോയിങ് ടു കീപ് ദ നിക്കൽ ക്രിസ്റ്റൽ സ്റ്റേഷനറി. ഈ രണ്ട് വേർഡ്സും ഓർമ്മ വേണം. ഇതിൽ നമ്മൾ ഒരു പ്ലേസിൽ തന്നെ നിക്കൽ ക്രിസ്റ്റൽ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ തന്നെ വയ്ക്കുകയാണ്. അപ്പം ആ പ്ലേസിൽ തന്നെ വെച്ചിട്ട് നമുക്കിവിടെ ഇപ്പം മൂവ് ചെയ്യണത് അനുസരിച്ചുകൊണ്ട് ഇതിനെ ഒരു സർക്കുലർ ഡിറ്റക്ടറാണ്, അല്ലേ? മൂവിങ് സർക്കുലർ ഡിറ്റക്ടറാണ്. കാര്യം സർക്കുലർ രീതിയിൽ ആംഗിൾ അനുസരിച്ച് സ്ലോപ്പ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കില്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു പ്ലേസിലാണ് വച്ചേക്കുന്നത്. സോ ഇഫ് യു ആർ ഗോയിങ് ടു ഗെറ്റ് എ സർക്കുലർ ഡിഫ്ലക്ഷൻ ആൻഡ് യു ക്യാൻ ഡ്രോ എ റേഡിയൽ അല്ലെങ്കിൽ പോളാർ, എങ്ങനെ വേണോ പറയാം. ഡിയും ഐയും തമ്മിൽ ഗ്രാഫ് വരയ്ക്കാം. അതായത് 0 ഡിഗ്രിയിൽ എത്ര കറണ്ട്, 10 ഡിഗ്രിയിൽ എത്ര കറണ്ട്, 20 ഡിഗ്രി, അങ്ങനെ നമുക്ക് എത്ര വരെ വരയ്ക്കാം? വി ക്യാൻ ഗോ ഓൺ ഡ്രോയിങ് ടിൽ 90 degree. You can draw the deflection and also you can draw the current. Okay. And what did they find? അതാണല്ലോ ഏറ്റവും വലുത്. അപ്പം നമ്മൾ they started to draw. അപ്പോൾ അവർ റേഡിയൽ ഗ്രാഫ് ഡിഫ്ലക്ഷനും കറണ്ടും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കാൻ തുടങ്ങി. And they found. അപ്പോൾ അവർ ഏകദേശം ഒരു 44 തൊട്ട് 64 വോൾട്ട് വരെ they started drawing or they were getting the graph, radial graph. ഇങ്ങനെ റേഡിയൽ ഗ്രാഫ് ഇങ്ങനെ പല വോൾട്ടേജസിന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇപ്പോൾ സേ ദേ സ്റ്റാർട്ടഡ് ഫ്രം 40 വോൾട്ട് അല്ലെങ്കിൽ ഒരു 44 വോൾട്ട് തൊട്ട് ഒരു 68 വരെ ഏകദേശം അല്ലെങ്കിൽ 64 വോൾട്ട് വരെ ചെയ്തു എന്ന് വെച്ചോളൂ. ദേ ആർ ഡൂയിങ് ദിസ് എക്സ്പെരിമെന്റ്. അതായത് 0 തൊട്ട് ദേ ഇവൻ ദോ സ്റ്റാർട്ടഡ് 44 ഒക്കെ തൊട്ടാണ് അവർക്ക് ഏകദേശം ഒരു പീക്കൊക്കെ വന്ന് തുടങ്ങുന്നത്. ആൻഡ് ദേ സ്റ്റാർട്ടഡ് ടു കണ്ടിന്യൂ. അതൊരു 70 വരെ പോയി എന്ന് വെച്ചോളൂ, നോ പ്രോബ്ലം. ഇറ്റ് വാസ് ലൈക്ക് ദിസ് 70 വോൾട്ട് വരെയൊക്കെ പോയി എന്ന് വെച്ചോളൂ. But it was seen that ഒരു 54 വോൾട്ട് എത്തിയപ്പോൾ when the angle was 50 degree, they could see ഒരു സ്ട്രോങ് ആയിട്ടുള്ള മാക്സിമ കാണാൻ പറ്റും. ഓക്കെ, and it starts again decreasing. ഇവിടെ ഒരു സ്ട്രോങ് പീക്ക് കിട്ടിയത് they could get at 54 degree when the angle was 50. when the angle 50 ആയപ്പോൾ ഏകദേശം അവർക്ക് നല്ല ഒരു സ്ലോപ്പ്, ഒരു ആംഗിള് കിട്ടി. ഓക്കെ, ഇതിൻ്റെ ലെങ്ത് ആണ് കറണ്ടിനെ തരുന്നത്.
ഓക്കെ, അപ്പോൾ അത് ഏതാണ് ഒരു 54-50 വന്നപ്പം അപ്പം ബാക്കിയുള്ള ഗ്രാഫൊക്കെ എങ്ങനെയാണ് പോയത്? ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു രീതി ഇല്ലാത്തതാണ് പോയത്. ഇങ്ങനെ ദേ ഡിഡ്ന്റ് ഗെറ്റ് എനി മാക്സിമം. പക്ഷെ എപ്പോഴാണ് ഒരു 54 ഒക്കെ എത്തിയപ്പം ദേ വർ ഗെറ്റിംഗ് എ മാക്സിമം എ ഗ്രാഫ് ലൈക്ക് ദിസ്. അതായത് ഒരു സെൻട്രൽ മാക്സിമം കിട്ടി, ബാക്കിയുള്ള എല്ലാം അപ്പുറം ഇപ്പുറയൊക്കെ ഡിക്രീസിങ് കിട്ടി. when the angle was 50 degree and the voltage was 54 volt. അപ്പം പല വോൾട്ടേജിൽ they started doing the experiment. ബട്ട് when did they get, അവർക്ക് എപ്പോഴാണ് നല്ലൊരു വേവ് പോലൊരു പാറ്റേൺ കിട്ടിയത്, അല്ലെങ്കിൽ ഒരു സെൻട്രൽ മാക്സിമം പോലൊരു പാറ്റേൺ കിട്ടിയത്, അല്ലെങ്കിൽ ലാർജസ്റ്റ് ഇൻറ്റൻസിറ്റി ഉള്ളൊരു പാറ്റേൺ കിട്ടിയത് എപ്പോഴാണ്? when the voltage was 54 volt and when phi was 50 degree. phi 50 degree ആയപ്പം അപ്പോഴാണ് നമുക്ക് കിട്ടിയത്. അത് ഇലക്ട്രോൺ ഡെൻസിറ്റി was maximum. Electron density was maximum. And at the other side ബാക്കിയുള്ളിടത്തൊക്കെ എന്ത് ചെയ്യണം, അത് ബാക്കി കൂടെയും കുറേയൊക്കെ ചെയ്തു. ഇവിടെയൊക്കെ മിനിമം ആയി, ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് maximum. Electron density became maximum at phi is equal to 50 degree and voltage is equal to 54. അല്ലേ? അപ്പം നമുക്ക് ഈ ഗ്രാഫിൽ നിന്നും ഇങ്ങനെ ഒരു ഗ്രാഫാണല്ലോ നമുക്ക് കിട്ടിയത്. We were getting a graph like this, right? അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഡെൻസിറ്റി മാക്സിമം ആയ ഗ്രാഫ് അല്ലേ? ദാറ്റ് മീൻസ് ദാറ്റ് ഇലക്ട്രോൺ വാസ് ഷോയിങ് എ വേവ് നേച്ചർ. ഇത് തന്നെയാണ് ഡേവിസൺ ജെർമർ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ദിസ് ഷോസ് ദാറ്റ് ഇലക്ട്രോൺ ഈസ് ഹാവിങ് എ വേവ് നേച്ചർ. വൺ മോർ തിങ്, ഇലക്ട്രോൺ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? അല്ല. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ ഇവിടെയൊക്കെ മിനിമം കിട്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇലക്ട്രോൺ ഡെൻസിറ്റി രണ്ടിടത്തും ഡിക്രീസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇലക്ട്രോൺ ഈസ് നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ഇലക്ട്രോൺ ഈസ് ബിഹേവിംഗ് ലൈക്ക് വേവ്സ്. So that we were able to create central maximum. അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു എത്രയാണ് 50 ഡിഗ്രി. phi is equal to 50 ഡിഗ്രി ആയിരുന്നു, വോൾട്ടേജ് is equal to 54. അല്ലേ? So we know according to crystals atoms are arranged in a layered. അല്ലേ? ഇവിടെ സെൻട്രൽ മാക്സിമം എന്ന് നമ്മൾ 1 ആണ്, ഫസ്റ്റ് ഓർഡർ ആണ് എടുക്കുന്നത്. Now തീറ്റ എന്ന് പറയുമ്പോൾ 90 - 5/2. അപ്പോൾ 90 - 50/2 ഇപ്പോൾ 65 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു നിക്കലിൻ്റെ ഇൻ്റർപ്ലെയിനാർ ഡിസ്റ്റൻസ് ഡി എന്ന് പറയുന്നത് 0.91 ആങ്സ്ട്രം ആണ്. ദെൻ സൈൻ 65 ആണ് അല്ലേ? ഇസ് ഈക്വൽ ടു ലാംഡ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1.65 ആങ്സ്ട്രം. It is equal to 1.65 angstrom. Similarly, our de Broglie also, which we started, de Broglie also started to do. We are going to check with the hypothesis. എത്രയാണ് നമ്മൾ റൂട്ട് വി എത്രയാണ് നമ്മൾ പറഞ്ഞത്? റൂട്ട് വി എന്നാണ് ഫോർമുല. വി എത്രയാണ് പറഞ്ഞത്? 54 അല്ലേ? 54 കൊടുക്കുമ്പോൾ എത്ര വരും? 1.67. See how both are same. ബോത്ത് ആർ സിമിലർ. സെയിം അല്ലെങ്കിൽ ബോത്ത് ആർ സിമിലർ. അപ്പം ഡി ബ്രോയ് പറഞ്ഞത് തന്നെയാണ് ഡേവിസൺ ജെർമർ എക്സ്പെരിമെൻറ്റിൻ്റെ ഹൈപ്പോത്തിസിസ്. ദേ കുഡ് ഫീൽ ദാറ്റ് ദേ വെർ ബോത്ത് ദ സെയിം അല്ലേ? ബോത്ത് വെർ എഗ്രീയിങ്. ദാറ്റ് മീൻസ് മെറ്റീരിയൽ ഈസ് ഹാവിങ് എ ഡ്യുവൽ നേച്ചർ അല്ലേ? അപ്പം അപ്പം ചുരുക്കത്തിൽ ഇതാണ്, വെൻ ഇലക്ട്രോൺ സ്ട്രൈക്സ് എ മെറ്റീരിയൽ, ഒരു ഇലക്ട്രോൺ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ ബിഹേവ് ലൈക്ക് എ പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് വെൻ ഇറ്റ് ഈസ് സ്പ്രെഡിങ് ഇറ്റ് ഈസ് ബിഹേവിംഗ് ലൈക്ക് എ വേവ് നേച്ചർ. വെൻ ഇറ്റ് ഈസ് സ്പ്രെഡിങ് ഇറ്റ് ഈസ് ബിഹേവിംഗ് ലൈക്ക് എ വേവ് നേച്ചർ. അതായത് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട് അല്ലേ? അതായത് ഇപ്പം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അല്ലേ? മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ, ദാറ്റ് ഈസ് light photon. That is when an electron strikes a material, it is showing a എന്താണ് നേച്ചർ? പാർട്ടിക്കിൾ നേച്ചറും കാണിക്കും. പിന്നെ നമ്മളെ വേവ്സ് എന്ന് പറയുന്നത് എന്താണ്? മാറ്റർ വേവ് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവും ഉണ്ട് അല്ലേ? രണ്ടിനും ബോത്ത് ഓഫ് ദം ഷോസ് ദ ഡ്യുവൽ നേച്ചർ. ഏതാണ്? റേഡിയേഷനും ഉണ്ട്, മാറ്ററും ഉണ്ട്. ദേ ആർ ഹാവിങ് എ dual nature. They are having a dual nature. They behaves as a duality അല്ലേ? അതാണ് നമ്മളെ ഡേവിസൺ ജെർമർ എക്സ്പെരിമെൻറ്റ്. ഇപ്പം നമ്മളെ ഡേവിസൺ ജെർമർ എക്സ്പെരിമെൻറ്റിൽ എന്തായിരുന്നു? വാട്ട് ഇറ്റ് വാസ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു?
ആദ്യമേ നമുക്ക് ഡി ബ്രോയ് ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞായിരുന്നു. 1.227/√V ആങ്സ്ട്രം എന്ന് പറഞ്ഞു ദേ സ്റ്റാർട്ടഡ്. ഇത് ബേസിസ് ചെയ്ത് തന്നെയാണ് അവർ ദേ വോണ്ടഡ് ടു ഷോ അല്ലെങ്കിൽ ദേ വോണ്ടഡ് ടു സീ വെദർ ദി ഇലക്ട്രോൺസ് ബിഹേവ് ലൈക്ക് വേവ് പാർട്ടിക്കിൾ. അപ്പോൾ അവർ നമ്മളെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് അല്ലേ, അതായത് ക്രിസ്റ്റലിൽ ആറ്റംസ് ഉണ്ട്, ആറ്റംസ് ലെയേഴ്സിലാണ്. അപ്പോൾ ഇലക്ട്രോൺ ബീം വന്ന് സ്ട്രൈക്ക് ചെയ്ത് അത് സ്കാറ്റർ ചെയ്യും, ഇറ്റ് വിൽ സ്റ്റാർട്ട് റിഫ്ലക്റ്റിംഗ്, അത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസിൻ്റെ ആ ഐഡിയ വെച്ചാണ് അവർ തുടങ്ങിയത്. ഒരു ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നും ഹീറ്റ് ചെയ്തു അല്ലേ, ഒരു ഫിലമെൻ്റ് ഉണ്ട്. ആ ഫിലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടങ്സ്റ്റൻ ഫിലമെൻ്റ് ആണ്. ബേരിയം ഓക്സൈഡ് കോട്ട് ചെയ്ത ടങ്സ്റ്റൻ ഫിലമെൻ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഇലക്ട്രോൺ ബീംസിന് അവരൊരു പെർഫറേറ്റഡ് സിലിണ്ടർ അല്ലെങ്കിൽ പാസേജിൽ കൂടെ പാസ് ചെയ്തത് നിക്കൽ ക്രിസ്റ്റലിലോട്ട് വീഴിക്കും. നിക്കൽ ക്രിസ്റ്റൽ ഈസ് കെപ്റ്റ് സ്റ്റേഷനറി, സ്റ്റേബിളായിട്ട് വെച്ചിരിക്കുന്ന നിക്കൽ ക്രിസ്റ്റലിലോട്ട് വീഴിച്ചിട്ട് ഒരു സർക്കുലർ ഡിറ്റക്ടർ ഉണ്ട്, ഒരു മൂവിങ് സർക്കുലർ ഡിറ്റക്ടറിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യും. അതായത് ഇലക്ട്രിക് കറണ്ട് കിട്ടും. അതിൽ നിന്നും ദേ ക്യാൻ ഫൈൻഡ്, അതായത് ഇലക്ട്രിക് കറണ്ട് കൂടുതൽ, ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫാളിങ് ഓൾസോ ഈസ് മോർ. അപ്പോൾ അതിൽ നിന്നും അവർക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ ഒരു 54 വോൾട്ടിൽ, അതായത് ഒരു 50 ഡിഗ്രിയിൽ ക്രിസ്റ്റൽ വെച്ചപ്പോൾ ഇലക്ട്രോൺ ബീം 50 ഡിഗ്രിയിൽ വന്ന് വീണപ്പോൾ അല്ലേ, അപ്പം നമുക്കൊരു 54 വോൾട്ടിൽ ദേ വർ ഗെറ്റിംഗ് എ സെൻട്രൽ മാക്സിമം. ദാറ്റ് മീൻസ് ഇലക്ട്രോൺസ് ആർ നോൺ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ഓൾസോ ഷോസ് ദ മാക്സിമം ഇൻറ്റൻസിറ്റി, സെൻട്രൽ മാക്സിമം വേവ് നേച്ചർ കിട്ടി. So this also gives a confirmation of electron to behave like a or electron to possess wave nature. Thank you.